സ്കൂട്ടർ യാത്രക്കാരന് നേരെ തൃക്കാക്കരയിൽ വീണ്ടും 4-അംഗ സംഘത്തിന്റെ ആക്രമണം. പടമുകൾ സ്വദേശി സുധീഷിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. അതേസമയം വാഴക്കാല സ്വദേശികളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ പ്രതികളെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. തൃക്കാക്കരയിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 3 യുവാക്കളെ അതിക്രൂരമായി മർദ്ദിച്ച 3-അംഗ സംഘം അറസ്റ്റിലായതിന് പിന്നാലെയാണ് സമാന സംഭവത്തിൽ വീണ്ടും തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ 4-അംഗ സംഘം മർദ്ദിച്ചെന്ന പരാതിയിലാണ് കേസ്. കഴിഞ്ഞ ജൂലൈ 22 രാത്രി 10:40 കേസിനാസ്പദമായ സംഭവം നടന്നത്. പടമുകൾ പെട്രോൾ പമ്പിന് സമീപം വെച്ച് 4-അംഗ സംഘം സഞ്ചരിച്ച കാർ പിന്നോട്ടെടുത്തപ്പോൾ സ്കൂട്ടർ ഒതുക്കി നിർത്തിയില്ലെന്ന കാരണത്താലാണ് ആക്രമണമുണ്ടായത്. പടമുകൾ സ്വദേശിയായ സുധീഷിന്റെ നെഞ്ചിലും തലയിലും ഇടത് ചെവിയിലും പ്രതികൾ തുടർച്ചയായി അടിക്കുകയും ചവിട്ടി താഴെയിടുകയും ചെയ്യുകയായിരുന്നു. ക്രൂരമർദ്ദനത്തിൽ സുധീഷിന്റെ ഇടത് ചെവിക്ക് കേൾവിക്കുറവ് സംഭവിച്ചെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. കൂടാതെ അക്രമികൾ സുധീഷിന്റെ മൊബൈൽ ഫോൺ താഴെയെറിഞ്ഞ് തകർത്തുവെന്നും പരാതിയിലുണ്ട്. പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം വാഴക്കാല സ്വദേശികളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി പോലീസ് ഉടൻ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. വാഴക്കാല സ്വദേശികളായ യുവാക്കളെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമ്പോഴും തെളിവെടുപ്പിനെത്തിച്ചപ്പോഴുമെല്ലാം നാട്ടുകാരുടെ വൻ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസിനെയും പോലീസ് വാഹനത്തെയും ആക്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി 30ഓളം പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.